രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 1-7 വരെ. 2 Kings chapter 4 verses 1-7. രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 1-7 വരെ വാക്യങ്ങൾ. പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ അപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി. അതാണ് പ്രശ്നം. ഒരു കുടുംബത്തിൽ ഒരു വലിയ തകൃതം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്താ ബുദ്ധിമുട്ട്? അത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ്റെ വീട്ടിലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗത്തിൻ്റെ വീട്ടിലുണ്ടായി, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ വീട്ടിലുണ്ടായി. ഒരു ശുശ്രൂഷകൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ഒരു പ്രശ്നമുണ്ടായി. എന്താണ്ടായത്? വായിച്ചു നോക്കിയേ. പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ഭക്തന്മാർ മരിക്കും. അത് ഇനി എല്ലാവരും ഒരിക്കലും മരിക്കില്ലെന്ന് വിചാരിക്കരുത്. സാധാരണ വീട്ടിലുണ്ടാകുന്ന പോലെ എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവിൻ്റെ ഭക്തന്മാരായ ആളുകളും ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും. രോഗം, മരണം, കുടുംബ പ്രശ്നങ്ങൾ, മക്കൾക്കുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ശുശ്രൂഷകരുടെ വീട്ടിലും ഉണ്ടാകാം, വൈദികർക്കും ഉണ്ടാകാം, ശുശ്രൂഷ ചെയ്യുന്ന വട്ടാലിസിനും ഉണ്ടാകാം, നിങ്ങൾക്കും ഉണ്ടാകാം. ഇല്ലേ? ഉണ്ടായിക്കൂടെ? മനുഷ്യരാണോ? ഇതെല്ലാം ഉണ്ടാകും. ഇത് ഭൂമിയാണ്, സ്വർഗ്ഗമല്ല. അതുകൊണ്ട് ആർക്കും ഏത് സമയത്തും എന്തും ഉണ്ടാകാം. മാർപ്പാപ്പയ്ക്കും ഉണ്ടാകാം. ആണോ? അല്ല, മണ്ടല്ലോ. മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനാണോ? ഉണ്ടാകാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട, അപ്പോൾ അതുകൊണ്ട് ഒരു ശുശ്രൂഷകനോ ഒരു വൈദികനോ അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കോ അല്ലെങ്കിൽ മെത്രാനോ ഒരു രോഗം ഉണ്ടായിന്ന് വിചാരിച്ച് അപ്സെറ്റ് ആകണ്ട. അവരുടെ വീട്ടിൽ കടബാധ്യത ഉണ്ടായെന്ന് വിചാരിച്ച് അപ്സെറ്റ് ആകണ്ട. അത് മനുഷ്യരാണ്. പാപത്തിൽ ഡിസോർഡറായ ലോകമാണിത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആർക്കും എന്തും ഏത് സമയത്തും സംഭവിക്കാം. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ ഹെൽത്തി ആയിട്ട് എടുക്കണം. അത് ഞാനൊരു മനുഷ്യനാണ്, സംഭവിക്കാം. ഞാൻ അടുത്ത് വായിച്ചു നോക്കിക്കേ. അപ്പോൾ പ്രവാചകൻ്റെ ഭാര്യ എന്ത് ചെയ്തു? നേരെ പ്രവാചകൻ്റെ ആ ഭാര്യ നല്ല വിശ്വാസമുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭർത്താവിന് വിശ്വാസമാണെങ്കിൽ ഭാര്യയ്ക്കും കൂടി വിശ്വാസമുള്ളത് നല്ലതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറേ ജീവിതാനുഭവമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ വിശ്വാസത്തിലേക്ക് ആയിക്കോളും. നേരത്തെ വിശ്വാസം ഉണ്ടായാൽ അത്രയും നല്ലത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പ്രവാചകത്തിൻ്റെ ഭാര്യയ്ക്ക് നല്ല വിശ്വാസമുണ്ട്, ഭർത്താവും വിശ്വാസമുള്ളത് തന്നെ. അപ്പോൾ ഭർത്താവ് പ്രവാചകനായിരുന്നു, ഭാര്യയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഭാര്യ ചെന്ന് എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വേണ്ടി വന്നു. എൻ്റെ 2 കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവർ വല്ല ഹോട്ടലിൽ പാത്രം കഴുകാനോ അല്ലെങ്കിൽ പറമ്പിൽ അടിമ വേല ചെയ്യാനോ പശുവിനെ നോക്കാനോ ഒക്കെ ആയിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പണ്ട് കാലമായിരുന്നു. അപ്പോൾ ആ പൈസ വീട്ടുന്നത് വരെ ഈ കുട്ടികൾ പണിയെടുക്കണം. അടിമവേല. എൻ്റെ 2 മക്കളെയും പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. അടിമവേലയാണ്. ഓക്കെ. അങ്ങനെ ഈ പ്രവാചകനോട് വന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന് ഭയങ്കര വിഷമായി. എലീഷ പ്രവാചകന് ഭയങ്കര വിഷമായി. എലീഷ പ്രവാചകൻ അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. നീ എന്താണ് ഈ പറയണത്? നിൻ്റെ കടയെല്ലാം വിട്ടാൽ എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ നിനക്ക് ഇങ്ങനത്തെ എത്ര പ്രവാചകന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രവാചകൻ ചോദിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക. അപ്പോൾ പ്രവാചകൻ്റെ ഭാര്യ മിണ്ടാതെ നിന്നു. അതുകൊണ്ട് പ്രവാചകൻ എലീഷ വീണ്ടും പറഞ്ഞു, നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ ബന്ധുക്കൾ വന്നാൽ വല്ല നെയ്യപ്പം കൊണ്ട് ചുട്ടു കൊടുക്കാൻ വല്ല അപ്പം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന എണ്ണയായിരിക്കും. ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അത്രമാത്രം ദാരിദ്ര്യമുള്ളൊരു കുടുംബമാണ്. ഈ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. അത് പ്രവാചകൻ ഒന്ന് പറയുകയാണ്. അടുത്തതോ, പിന്നെ നീയും നിൻ്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. പിന്നെ അപ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ എല്ലാ വീട്ടിലും പോയിട്ട് കാലിപ്പാത്രം ഉണ്ടോ എന്ന് ചോദിക്കുക. ഒഴിഞ്ഞ മൺകുടങ്ങളും
അലുമിനിയ പാത്രങ്ങളും ചെമ്പും ചെമ്പകലവും ഉരുളിയെല്ലാം മേടിച്ചുകൊണ്ട് വരിക, മാക്സിമം ശേഖരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയി ശേഖരിച്ചു. പിന്നെ നീയും നിൻ്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. ഇതിൻ്റെ ഭരണി ഉണ്ടല്ലോ, ആ ഭരണിക്കകത്ത് ഇത്തിരി ഒരു കുടം തലേ വെക്കാനുള്ള എണ്ണയായിരിക്കാം, ചെറിയൊരു ചെപ്പിലായിരിക്കും, അറിയാൻ പാടില്ല. ഇത്തിരി എണ്ണയുണ്ടെന്ന്, ഒരു ഭരണിക്കകത്ത് ഇത്തിരി എണ്ണയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ഭരണി എന്ത് ചെയ്യണമെന്നറിയാവോ? ആ ഭരണി നീ നേരെ ഈ ഒരു കാലിപാത്രത്തിലേക്ക് ചെരിക്കുക. അങ്ങനെ കാലിപാത്രത്തേക്ക് ഭരണി ചെരിക്കുമ്പോൾ എന്താവും? ഭരണി കാലിപാത്രത്തിൽ ചെരിക്കുമ്പം ഇതിൽ നിന്ന് എണ്ണ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ഓക്കെ, വായിച്ചു നോക്കിയേ. അകത്ത് കടന്ന് പാത്രങ്ങളിലേക്ക് എണ്ണ നീ ഒഴിക്കുക, നിറയുന്നത് മാറ്റി വെക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഈ എണ്ണ അങ്ങനെ ഒഴിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പ്രവാചകൻ പറയാണ്, നിറയുന്നത് മാറ്റി വെക്കുക. ഉടനെ അവിടെ നിന്ന പ്രവാചകൻ്റെ ഭാര്യയുടെ നിലപാട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ചാടി കയറി പറയാം, അതിന് പ്രഭോ അത്രമാത്രം എണ്ണയൊന്നുമില്ല, ഒരു തുടമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചില പേട്ട് പിടിച്ച എഴുതിമാർ അങ്ങനെയൊക്കെ പറയും, ഒച്ചയിൽ വിളിച്ച് പറയും, അത്രയ്ക്കൊന്നും ഇല്ല, ഇച്ചിരി ഉള്ളൂ, അത് ഒരെണ്ണം നിറയാനൊന്നുമില്ല, കുഞ്ഞു ഭരണിയാ എന്നൊക്കെ വേണമെങ്കിൽ പൊരിച്ച് പറയും. ആ പ്രവാചകൻ്റെ ഭാര്യ ജ്ഞാനമുള്ളതായതുകൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല. പ്രവാചകൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാൻ പാടില്ല, പ്രവാചകന് ഏത് കാര്യവും പറയണത് അത്ഭുതം നടന്നോളും എന്ന് ഇതിൻ്റെ ഉള്ളിൽ കൃപയുണ്ടായിരുന്നു. അത് വിശ്വസിച്ച് എന്ത് ചെയ്തു? ഒരക്ഷരം മിണ്ടിയില്ല. രണ്ട് തകൃതങ്ങൾ കൂടെ നിൽപ്പുണ്ട്, ചെറിയ പിള്ളേർ, അതുങ്ങൾ ചാടി പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഉടനെ അതിന് വായു പൊത്തി, മിണ്ടരുത്. പ്രവാചകൻ സംസാരിക്കുകയാണ്, ഏത് അത്ഭുതം നടക്കും, നീ മിണ്ടരുത് പറഞ്ഞ് അതിൻ്റെ വായു പൊത്തിപ്പിടിച്ച് കാണും. എന്തായാലും ഒരു അക്ഷരം മിണ്ടാൻ പിള്ളേരെ സമ്മതിച്ചില്ല. ഓക്കെ, അടുത്തതോ? പാത്രങ്ങൾ. അപ്പോൾ പുത്രന്മാരെ എന്ത് ചെയ്തു? എണ്ണ മാറ്റി വെക്കുക. അവൾ വീട്ടിൽ ചെന്നു, പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അപ്പോൾ പാത്രങ്ങൾ ഒരുപാട് ശേഖരിച്ചു. എന്നുണ്ടോ? നല്ല ശുശ്രൂഷയാണത്. എന്നിട്ട് ചേട്ടൻ എന്ത് ചെയ്തു? അവിശ്വാസികൾ, പലതരത്തിലുള്ള കീടങ്ങളുണ്ട്, കീടബുദ്ധി വിളിച്ച് പറയണവർ, എന്തെങ്കിലും കാണുമ്പോഴേക്കും 100,000 അഭിപ്രായം പറയുന്ന കീടങ്ങളൊക്കെ ഉണ്ട്. ആ കീടങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടി വാതിലടച്ചു. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കീടങ്ങളെ ഒഴിവാക്കിയിട്ട് വേണം ശുശ്രൂഷ ചെയ്യാൻ. അല്ലെങ്കിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കീടങ്ങളെല്ലാം കൂടെ കൂടി വിളിച്ച് പറയും, ഇതെന്ത് പരിപാടി എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളും കമൻറ്റുകളെല്ലാം കൂടെ കൂടി വിളിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവശ്യമില്ലാത്ത കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒന്നും അവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വിശ്വാസം ഇല്ലാത്ത എല്ലാത്തിനും പുറത്താക്കി. എന്നിട്ട് ആ കുടുംബത്തിലുള്ള ഈ വിധവയും ഈ 2 പുത്രന്മാരും ഒഴിച്ച് എല്ലാത്തിനും പുറത്തേക്ക് വാതിലടച്ച് കുറ്റിയിട്ടു. അവൾ പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അപ്പം നിങ്ങൾ വീട്ടിൽ 10 പേരുണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ കൃപയുള്ളവർ എല്ലാവർക്കും ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. നിങ്ങൾ നല്ല ശക്തമായി വിശ്വാസത്തിൻ്റെ ഒരു ശുശ്രൂഷയോ വിശ്വാസത്തിൻ്റെ ഒരു കാര്യമോ ചെയ്യാൻ പോകുമ്പം വിശ്വാസത്തിൻ്റെ കൃപ ജ്വലിച്ച് നിൽക്കുന്നവരെ മാത്രമേ കൂടെ നിർത്താവൂ. അച്ഛനത് പഠിച്ചു വരികയാണ്. വിശ്വാസത്തിൽ കൃപ ജ്വലിച്ച് നിൽക്കുന്നവരെ മാത്രമേ കൂടെ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, അതിശക്തമായ വിധം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് കീടങ്ങൾ അതും ഇതും വിളിച്ച് പറയും. ഉടനെ ഇതൊന്നും നടക്കിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ബുദ്ധിമുട്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈശോ എപ്പോഴും എനിക്ക് 12 സ്ത്രീകന്മാരുണ്ടായിരുന്നെങ്കിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് അവൻ മലയിലേക്ക് പോയി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് അവൻ രോഗിയെ സുഖപ്പെടുത്താൻ പോയി, മരിച്ചവരെ ഉയർപ്പിക്കാൻ പോയി എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉണ്ടോ? വായിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും നന്നായിട്ട് കുലുക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അങ്ങനെ തുടർന്ന് വായിച്ചേ. അങ്ങനെ എന്ത് ചെയ്തു? ഈ വിധവ പുത്രന്മാരെ മാത്രം അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ എണ്ണ പകരാൻ തുടങ്ങി. ഈ ഭരണി എടുത്ത് ചിരിച്ചപ്പോൾ അത്ഭുതം അങ്ങോട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഒരു പാത്രം നിറഞ്ഞു, പിന്നെ എണ്ണ ഇഷ്ടം പോലെ. മോനോട് പറഞ്ഞു, മോനെ അടുത്ത കാലിപാത്രം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വിധവ ഇത് വിടുന്നില്ല. വേണമെങ്കിൽ തിരിച്ചു വെച്ചാൽ. അങ്ങനെ ചെയ്യരുത്. ഒരു ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞാൽ ശുശ്രൂഷയുടെ അഭിഷേകത്തിൽ നിൽക്കുന്ന സമയത്ത് 100,000 കാര്യങ്ങളിൽ പോയി ഇടപെടരുത്. ഈ എണ്ണ പകരുന്ന ആൾ തന്നെ കാലിപാത്രം എടുക്കാൻ വേണ്ടി ഓടരുത്. ഈ എണ്ണ ഇവിടെ ചിരിച്ചു വെച്ചിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് ആ ചേച്ചി കാർത്തിയാനി 2 ചെമ്പുകലം കൊണ്ട് താ, എണ്ണ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ അതുകൊണ്ട് ഈ കൃപയുടെ ശുശ്രൂഷ ചെയ്യുന്നവർ 100,000 കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി പോകരുത്. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ ഉന്നതമായൊരു കാര്യം. എന്ത് ചെയ്തു? ഈ പ്രവാചകൻ്റെ ഭാര്യ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുതത്തിൻ്റെ ശുശ്രൂഷയുടെ അടുത്ത് നിൽക്കുകയാണ്. ഈ ഭരണി അങ്ങോട്ട് ചെരിച്ചും ഇതാ എണ്ണ അങ്ങോട്ട് കൊടുകൊടാന്ന് പറഞ്ഞിട്ട് ഒഴുകാൻ തുടങ്ങി. പാത്രങ്ങൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. മോനെ അടുത്ത പാത്രം ക്യൂ
നിരനിരയായിട്ട് കൊണ്ട് അടുത്തടുത്ത് വെക്ക്, തീർന്ന ഉടനെ ഗ്യാപ്പ് വരരുത് എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷകർക്ക് നിർദ്ദേശം കൊടുത്ത് അടുപ്പിച്ച് നിർത്തണം. അങ്ങനെ സമയത്ത് അതിനൊന്നും ഇപ്പം അങ്ങനെ അടുപ്പിച്ച് നോക്കണേ, നടത്തിച്ചോ, സമയം കൊടുന്നേക്കാം എന്ന് തിരിച്ച് പറയുന്നവരെ ശുശ്രൂഷകർ കൂടെ നിർത്തരുത്. അതിൻ്റെ പേരാണ് കീടം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കൃപയില്ലാത്തവരെ, ഒരു ലെവലിൽ കൃപ എല്ലാവർക്കും ഉണ്ടാവും, ഒരു ലെവലിൽ കൃപയില്ലാത്തവരെ നമ്മൾ കൂടെ നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. ആ നല്ല കൃപയുള്ളവരെ, അപ്പോൾ 3 പുത്രന്മാരും ഓക്കെയാണ്, 2 പുത്രന്മാർ. അപ്പോൾ എന്ത് ചെയ്തു, ഈ അമ്മ ഇതിങ്ങനെ പറയണനുസരിച്ച് ഇങ്ങനെ പാത്രം കൊടുക്കാൻ വേണ്ടി അവരിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒരെണ്ണം ഒരു പുത്രന് ഒരു പാത്രം കൊടുക്കും, മറ്റേ പുത്രൻ പാത്രം നിൽക്കുകയാണ്. തീർന്ന ഉടനെ ആ പാത്രം എടുത്ത് അങ്ങനെ വെക്കും. അങ്ങനെ എണ്ണ ഒഴുകിക്കൊണ്ടേ ഇരിക്കും. അതേ പാത്രങ്ങൾ നിറഞ്ഞു, വലിയൊരു ചെമ്പ് നിറഞ്ഞു, വലിയൊരു ഉരുളി നിറഞ്ഞു, വലിയൊരു ജാറ് നിറഞ്ഞു, ഒരു സിൻഡക്സ് ടാങ്ക് നിറഞ്ഞു എണ്ണ. അപ്പോൾ വേറൊരു മകൻ ഉരുട്ടിക്കൊണ്ട് 5000 ലിറ്ററിൻ്റെ ഒരു സിൻഡക്സ് ഉണ്ടാകുന്ന ഉരുട്ടിക്കൊണ്ട് വന്നു, അത് നിറഞ്ഞു. അങ്ങനെ ഏതെല്ലാം കാര്യപാത്രങ്ങൾ കൊടുന്നു അതിലേക്ക്. അപ്പോൾ അവർക്ക് ഇത് അത്ഭുതമാണെന്ന് മനസ്സിലായി. ആ പാത്രങ്ങളെല്ലാം എണ്ണ കൊണ്ട് നിറയാൻ തുടങ്ങി. വായിച്ച് നോക്കിയേ, അവൾ അകത്ത് വിളിച്ച് വാതിലടച്ച് അവൾ എണ്ണ പകരാൻ തുടങ്ങി. പാത്രങ്ങളെല്ലാം നിറഞ്ഞു. പുത്രന്മാർ എന്ത് ചെയ്തു, പാത്രങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. കൊടുത്ത പാത്രങ്ങളെല്ലാം നിറഞ്ഞു. അങ്ങനെ മുഴുവൻ പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ വീണ്ടും പുത്രനോട് പറഞ്ഞു, ഇനിയും കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്ത് പല സിൻഡക്സ് ടാങ്കുകൾ ഇരിപ്പുണ്ട്, കാലി, അത് കുറിച്ച് കൊണ്ടുവരാം, ഇനിയും കൊണ്ടുവരിക. ഉടനെ എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ മറ്റവൻ്റെ കൃപ ഇച്ചിരി പോയി. ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു, ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിയില്ല. അവൻ മടുത്തിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. മതി, ഇനിയില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞൊരു പെട്ടെന്ന് എണ്ണ ബ്ലോക്കായി. പിന്നെ എണ്ണ ഒഴുകാതെയായി. എണ്ണയുടെ ഒഴുക്ക് നിലച്ചു എന്നാണ് പിന്നെ വായിക്കുന്നത്. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞ സെക്കൻഡിൽ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. ആ ഭാഗം വായിച്ചു നോക്കിയേ. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മതി, ഇനി പാത്രം ഇല്ല എന്ന് അവൻ പറഞ്ഞ സെക്കൻഡിൽ അത്ഭുതം നിലച്ചു. അപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. അവരുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത, വാക്ക്, അവരുടെ നിലപാട്, ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ പുത്രൻ ഈ അമ്മ പറഞ്ഞ സമയത്ത്, അമ്മയ്ക്ക് അറിയാലോ പാത്രമൊക്കെ തീർന്നെന്ന് അമ്മയ്ക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിലടച്ചിരിക്കുകയാണ്, അതിനുള്ളിൽ പാത്രമുള്ളൂ, എല്ലാം കഴിഞ്ഞെന്ന് അമ്മയ്ക്ക് അറിയാം. അമ്മയ്ക്ക് ഇത് കൂടുതൽ വിശദീകരിച്ച് ഒരു എസ്സയോ ഒരു നീണ്ട കഥ എഴുതണമല്ലെന്ന് പറയാൻ പറ്റുന്ന സമയമല്ല. അമ്മയ്ക്ക് ഒറ്റ വാക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. നീ ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരിക എന്ന് ഉദ്ദേശിച്ചപ്പോൾ അടുത്തടുത്ത വീടുകളിലേക്ക് പോയി ഉള്ള കാലിപാത്രം കുറച്ചും കൂടെ കൊണ്ടുപോവാ, നമ്മുടെ കടം വീട്ടണമെങ്കിൽ എണ്ണ കൊണ്ടാണ് കടം വീട്ടേണ്ടത് എന്നൊക്കെ അറിയാവുന്ന ഈ അമ്മയാണിത് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ആ പുത്രൻ വേഗം കൃപയില്ലാത്ത വാക്ക് ഉച്ചരിച്ചു. മതി, തീർന്നു, ഇനിയില്ല, ഇങ്ങനത്തെ വാക്കുകൾ ഉച്ചരിച്ചു. അതോടുകൂടി അത്ഭുതം നിന്നു. അതോടുകൂടി ദൈവശക്തിയുടെ പ്രവർത്തനം അവിടെ സ്റ്റോപ്പായി. പ്രവർത്തനം നിലച്ചു. വേറൊരു വാക്കി പറഞ്ഞാൽ, നെഗറ്റീവ് വാക്കുകൾ പറയുന്നത് ദൈവകൃപയല്ല. നെഗറ്റീവ് വാക്കുകൾ പറയുന്നത് ദൈവകൃപയല്ല. നല്ല കൃപയുള്ള വാക്കുകൾ സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ ധ്യാനകേന്ദ്രത്തിലേക്ക് വരിക എന്ന് വിചാരിക്കുക. നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന സമയത്ത് പോസിറ്റീവ് വാക്കുകൾ കൃപയുള്ള വാക്കുകൾ പറയണം. എന്താ, ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അത്രയും കുടങ്ങൾ നിറയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി വന്നു. ഒരു പോലീസുകാരൻ്റെ മകനാണ്. ആദ്യകാലത്താണ്, 98-ലോ 99-ലോ കുട്ടികളുടെ ധ്യാനത്തിന് ഇവിടെ വന്നതാണ്. അവന് ഞായറാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ധ്യാനം കഴിഞ്ഞ് എല്ലാവരും പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് അഭിഷേകം കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ഇവൻ ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാതെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇവൻ്റെ അപ്പനും അമ്മയും ഇവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത്
ഞാൻ അവരെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഒരു സന്തോഷമില്ല നിൽക്കണത്? അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, ഇവനൊരു അനുഭവമില്ല അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ചോദിച്ചു, കാരണം നിനക്കൊരു അനുഭവം ആയില്ലേ? അത് എനിക്കൊരു അനുഭവം ആയില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ അമ്മ പറഞ്ഞു, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിയെന്ന് ചോദിക്കച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിയത്? അപ്പോൾ അവൻ്റെ അമ്മ തന്നെ പറഞ്ഞു, ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞെങ്ങനെയാ, ഞാൻ പോണ പോലെ തന്നെ തിരിച്ചു വരും, എന്നെ നന്നാക്കാൻ നോക്കണ്ട. എന്തായി? അതുപോലെ തന്നെ തിരിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ അതുപോലെ ഒരു ഇടിമിന്നൽ പോലെ നമ്മുടെ മേൽ നിപതിക്കും. നമ്മൾക്കുള്ളത് നമ്മൾ വരച്ചു കഴിഞ്ഞു, ആ വരയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോയില്ലെന്നാണ് പറയുന്നത്. മതി എന്ന് പറഞ്ഞാൽ ആ വരച്ചു കഴിഞ്ഞു, ഞാൻ അപ്പുറത്തേക്ക് ഇഞ്ഞ് പോയില്ല, അത്ഭുതം പോയില്ല. ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾ വരച്ചു കഴിഞ്ഞു, ഒരു മതിൽ കെട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഓരോ വാക്കും ഒരു മതിലാണ്. നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിന് മേലെ തന്നെ ഒരു വരയാണ്. ആ വരയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോയില്ല. അപ്പോൾ കൃപയുള്ള വാക്കുകൾ പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും.